ഷാജഹാൻ, ഇപ്പോൾ ആലപ്പുഴയുടെ സാഹചര്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോട്ടയത്തൊക്കെ ഈ വെള്ളം കൂടുമ്പോൾ ഏറ്റവും പ്രധാനമായും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൂടുതലും കുട്ടനാടൻ മേഖലകളിലേക്കാണ് വന്ന് എത്തുക. അപ്പോൾ നിലവിൽ ആലപ്പുഴയിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ കനത്തിട്ടുണ്ടോ? വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവുന്നുണ്ടോ? സിന്ധൂരി, ഇന്നലെ സ്കൂളുകൾക്ക് അവധിയായിരുന്നു. ഇന്നലെ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. ഇന്നും ഇപ്പോൾ ശക്തമായ മഴ ആലപ്പുഴയിൽ പെയ്യുന്നുണ്ട്. നമുക്കറിയാം ആലപ്പുഴയിലെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം ശക്തമായ മഴ പെയ്താൽ മാത്രമാണ് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ ആ വെള്ളമൊക്കെ തന്നെ കുട്ടനാട്ടിൽ ഒഴുകിയെത്തും. അതിനുശേഷം കുട്ടനാടൻ പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലാവും. നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു. എന്നാൽ 2018 ശേഷം തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു വെച്ചതിലൂടെ കുറച്ചധികം വെള്ളം അതിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോകും. അങ്ങനെ വരുമ്പോൾ കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും തോട്ടപ്പള്ളി സ്പിൽവേയിലെ 10 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ കിഴക്കിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. കുട്ടനാട്ടിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ നേരിയ തോതിൽ വെള്ളം കയറിയത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും മറ്റും കടപുഴകി വീണു എന്നത് ഒഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.